നമസ്കാരം. കഴിഞ്ഞ ദിവസം 32 വയസ്സുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ OPDയിൽ വന്നു. പ്രശ്നം, അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് 1 മാസമായി. ആദ്യമൊക്കെ ബന്ധത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പെനിട്രേറ്റീവ് സെക്സിലേക്ക് ആദ്യമായിട്ട് ഇടപഴകാൻ പറ്റി. ആ ബന്ധം നടന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പെനീസിൻ്റെ സൈഡിലുള്ള സ്കിന്ന് വേർതിരിക്കുകയാണ്. ആ സമയത്ത് പെനിട്രേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് നല്ല വേദനയും അനുഭവപ്പെട്ടു. അപ്പോൾ പെനീസ് മാറ്റി വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ആ ബന്ധം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വേദന കാരണം തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഉദ്ധാരണവും നഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ പെനീസിൻ്റെ അഗ്രഭാഗത്തുള്ള ചർമ്മം അത് ആ വെട്ടിന് പുറകിലേക്ക്, എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ് പെനീസിന് പുറകിലേക്ക് മാറിക്കിടക്കുകയാണ്. അത് തിരിച്ചെത്ര ശ്രമിച്ചിട്ടും തിരിച്ചു വരുന്നില്ല. പിടിച്ചു വലിച്ചൊക്കെ നോക്കിയിട്ട് വരുന്നില്ല. പെയിൻഫുള്ളാണ്. അങ്ങനൊരു അവസ്ഥ. അന്ന് രാത്രി അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴേക്കും പെനീസിന് ചുറ്റും ഇതൊരു ബലൂൺ പോലെ വീർത്തിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയായി, വലിയ ബുദ്ധിമുട്ടായി, വേദനയായി. അങ്ങനെയാണ് ഓടി ഇവിടെ കാണാൻ വേണ്ടി എത്തിയത്. ഈ ഒരു കണ്ടീഷന് പാരാഫൈമോസിസ് എന്നാണ് പറയുന്നത്. ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മത്തെ പുറകോട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥ. പാരാഫൈമോസിസ് എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം പുറകോട്ട് മാറിയിട്ട് തിരിച്ചു വരാത്ത അവസ്ഥയ്ക്കാണ് പാരാഫൈമോസിസ് എന്ന് പറയുന്നത്. ഇതൊരു എമർജൻസി കണ്ടീഷനാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ, ആ പാരാഫൈമോസിസിനെ റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ചില കേസുകളിൽ അത് പിടിച്ചിടാനായിട്ടൊരു യൂറോളജിസ്റ്റിന് പറ്റും. ചില അവസരത്തിൽ അത് പറ്റില്ല. സർജിക്കലി കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോഴേക്കും ഒരു ദിവസമല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്നത് ഒരു 3-ാം ദിവസം എന്തോ ആണ്, 2-മത്തെയോ 3-മത്തെയോ ദിവസമാണ്. ആദ്യം ലോക്കലി ഏതോ ഒരു ആയുർവേദ ഡോക്ടറെ ആരെയോ മറ്റേതോ വിഭാഗത്തിൽ, മോഡേൺ മെഡിസിൻ അല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരു ഡോക്ടറെ കണ്ടു. അവിടുന്ന് എന്തൊക്കെയോ ഓയിൻമെൻറ്റൊക്കെ കൊടുത്തു. അതൊക്കെ പുരട്ടിയിട്ട് ശരിയായില്ല. പിന്നെ അത് ഇൻഫെക്ഷനായ സമയത്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. ആ സമയത്ത് അന്ന് തന്നെ അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഈ പാരാഫൈമോസിസ് എന്ന് പറയുന്നത് അല്പം ഡേഞ്ചറസ് കണ്ടീഷനാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കാതെ അന്ന് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണത് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം രാവിലെ, അടുത്ത ദിവസം ഒരു പകലോ ഒരു രാത്രിയോ വെയിറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അടുത്ത ദിവസം നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ പാരാഫൈമോസ് വരുന്നത് എന്തുകൊണ്ടാണ്? അഗ്രചർമ്മം വളരെ ടൈറ്റായതുകൊണ്ടും അത് പുറകോട്ട് മാറ്റാൻ വിഷമമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ബലമായിട്ട് പുറകോട്ട് മാറിയ സമയത്ത് അത് തിരിച്ചു വരാത്ത അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് സർജറി തന്നെയാണ് സാധാരണഗതിയിലുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ട് പിടിച്ചിട്ടാലും അടുത്ത തവണ ബന്ധപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വീണ്ടും അത് പുറകോട്ട് മാറ്റിയാലോ ഇതേ അവസ്ഥ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു നിസ്സാര സർജറിയിലൂടെ, സർക്കംസിഷൻ എന്ന് പറയുന്ന വളരെ ചെറിയ ലഘുമായ ഒരു ശസ്ത്രക്രിയയിലൂടെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്ത് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകാം. അതിന് ബെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ പോയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ദിവസമൊക്കെ കൃത്യമായിട്ട് ജോലിക്ക് പോകാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ആകെയുള്ള തടസ്സം സെക്സ് ലൈഫ് ഒരു മാസത്തേക്ക്, 1 മുതൽ 1.5 മാസത്തേക്ക് ഒഴിവാക്കുകയാണ് നല്ലത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.